ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന LDCക്കും LGSനും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. മുൻപ് ആവർത്തിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ആവർത്തിക്കാൻ ചാൻസ് ഉള്ളതുമായ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ലോകാരോഗ്യ ദിനം എന്നറിയപ്പെടുന്നത് എന്ന്? ഓപ്ഷൻസ്: ഏപ്രിൽ 7, ജൂൺ 5, ഡിസംബർ 10, സെപ്റ്റംബർ 5. ആൻസർ ഓപ്ഷൻ എ, ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമെന്നറിയപ്പെടുന്നത് ഏപ്രിൽ 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഓപ്ഷൻസ്: കരൾ, കുടൽ, ശ്വാസകോശം, ത്വക്ക്. ആൻസർ ഓപ്ഷൻ ഡി, ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അടുത്ത ക്വസ്റ്റ്യൻ, ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻസ്: അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി, ഫോമിക് ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അടുത്തത്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ഓപ്ഷൻസ്: സിങ്ക്, മോണോസൈറ്റ്, അലുമിനിയം, അയൺ. ആൻസർ ഓപ്ഷൻ സി, അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. അടുത്തത്, സമാധാന നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ആര്? സമാധാന നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത. ഓപ്ഷൻസ്: ബംഗാരി മാതായി, ദിൽമ റൂസഫ്, നവോമി കാമ്പേൽ, അംഗല മെർക്കൽ. ആൻസർ ഓപ്ഷൻ എ, ബംഗാരി മാതായി. സമാധാന നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ബംഗാരി മാതായി. അടുത്തത്, കായിക രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ അംഗമായ ആദ്യ കായിക താരം ആര്? കായിക രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ അംഗമായ ആദ്യ കായിക താരം. ഓപ്ഷൻസ്: കപിൽ ദേവ്, സച്ചിൻ, ഗംഗൂലി, സൈന നേവാൾ. ആൻസർ ഓപ്ഷൻ ബി, സച്ചിൻ. കായിക രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ അംഗമായ ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: സുന്ദർലാൽ ബഹുഗുണ, വർഗീസ് കുര്യൻ, ഹർഗോവിന്ദ് ഖുരാന, MS സ്വാമിനാഥൻ. ആൻസർ ഓപ്ഷൻ ഡി, MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള സംസ്ഥാനം. ഓപ്ഷൻസ്: ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ഡി, തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത്, സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏതാണ്? സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല. ഓപ്ഷൻസ്: തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, കന്നഡ സിനിമ, ഹിന്ദി സിനിമ. ആൻസർ ഓപ്ഷൻ സി, കന്നഡ സിനിമ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖലയാണ് കന്നഡ സിനിമ. അടുത്തത്, ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? ഹോമിയോപ്പതിയുടെ പിതാവ് ആര്? ഓപ്ഷൻസ്: സാമുവൽ ജോൺസൺ, ജഗദീഷ് ചന്ദ്ര ബോസ്, വില്യം സ്റ്റാർജിയൻ, സാമുവൽ ഹാനിമാൻ. ആൻസർ ഓപ്ഷൻ ഡി, സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനിമാൻ. അടുത്തത്, കണ്ണടയുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഏത്? കണ്ണടയുടെ പവർ അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻസ്: ഡോണോമീറ്റർ, ഡയോപ്റ്റർ, അഗ്രോമീറ്റർ, അമ്മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി, ഡയോപ്റ്റർ. കണ്ണടയുടെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. അടുത്തത്, പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ സിനിമാ നടി ആരാണ്? പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ സിനിമാ നടി. ഓപ്ഷൻസ്: ശാരദ, ഷീല, ഷർമിള ടാഗോർ, നർഗീസ് ദത്ത്. ആൻസർ ഓപ്ഷൻ ഡി, നർഗീസ് ദത്ത്. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ സിനിമാ നടിയാണ് നർഗീസ് ദത്ത്. അടുത്തത്, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻസ്: നാഗ്പൂർ, ഗോരഖ്പൂർ, ജയ്പൂർ, യശ്വന്ത്പൂർ. ആൻസർ ഓപ്ഷൻ സി, ജയ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്പൂർ. അടുത്ത ചോദ്യം, ഗിൽജി രാജവംശം സ്ഥാപകൻ ആരാണ്? ഗിൽജി രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻസ്: അലാവുദ്ദീൻ ഖിൽജി, ജലാലുദ്ദീൻ ഖിൽജി, ബഹാവുദ്ദീൻ ഖിൽജി. ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ ബി, ജലാലുദ്ദീൻ ഖിൽജി. ഗിൽജി രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജലാലുദ്ദീൻ ഖിൽജി. അടുത്തത്, സലീം അലി ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ്: ജമ്മു കാശ്മീർ, കേരളം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്
സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലും കേരളത്തിലുമൊക്കെയാണ്. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെ? ഓപ്ഷൻസ്: ജമ്മു കാശ്മീർ, ഊട്ടി, കൊടൈക്കനാൽ, മട്ടാഞ്ചേരി. ആൻസർ ഓപ്ഷൻ ഡി, മട്ടാഞ്ചേരി. ഇന്ത്യയുടെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. അടുത്തത്, ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ നിർമ്മാതാവ് ആരാണ്? ഓപ്ഷൻസ്: ഷേർഷാ, അക്ബർ, ബാബർ, സിക്കന്ദർ ലോധി. ആൻസർ ഓപ്ഷൻ ഡി, സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് സിക്കന്ദർ ലോധിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, അംബേദ്കർ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻസ്: തൂതപ്പുഴ, കുന്തിപ്പുഴ, ചാലക്കുടിപ്പുഴ, കബനി. ആൻസർ ഓപ്ഷൻ ബി, കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ. ആൻസർ ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തത്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻസ്: ടൈഫോയിഡ്, ഗ്ലോക്കോമ, പ്രമേഹം, ആർത്രൈറ്റിക്സ്. ആൻസർ ഓപ്ഷൻ സി, പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. അടുത്തത്, UN അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി ആര്? UN അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഓപ്ഷൻസ്: ശശി തരൂർ, മംഗലം ചാക്കോ, VK കൃഷ്ണമേനോൻ, ഡി ബാബു പോൾ. ആൻസർ ഓപ്ഷൻ ബി, മംഗലം ചാക്കോ. UN അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് മംഗലം ചാക്കോ. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ pH വാല്യൂ എത്ര? ഓപ്ഷൻസ്: 7.4, 7, 0, 8. ആൻസർ ഓപ്ഷൻ എ, 7.4. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ pH വാല്യൂ 7.4 ആണ്. അടുത്തത്, പുകവലി മൂലം തകരാറിലാവുന്ന ശരീര അവയവം ഏത്? പുകവലി മൂലം തകരാറിലാവുന്ന ശരീരഭാഗം അല്ലെങ്കിൽ അവയവം ഏത്? ഓപ്ഷൻസ്: ഹൃദയം, കരൾ, ശ്വാസകോശം, പ്ലീഹ. ആൻസർ ഓപ്ഷൻ സി, ശ്വാസകോശം. പുകവലി മൂലം തകരാറിലാവുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. അടുത്തത്, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഓപ്ഷൻസ്: ആൻഡീസ് പർവ്വതനിര, പാമീർ പർവ്വതനിര, പശ്ചിമഘട്ടം, ആരവല്ലി മലനിരകൾ. ആൻസർ ഓപ്ഷൻ ബി, പാമീർ പർവ്വതനിര. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പാമീർ പർവ്വതനിര. അടുത്തത്, വർണ്ണാന്ധത എന്ന രോഗം കണ്ടുപിടിച്ചത് ആരാണ്? വർണ്ണാന്ധത എന്ന രോഗം കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ്: ജോൺ ഡാൾട്ടൺ, ആൻഡേഴ്സൺ ലൂയിസ്, റോബർട്ട്സൺ, ലാവോസിയ. ആൻസർ ഓപ്ഷൻ എ, ജോൺ ഡാൾട്ടൺ. വർണ്ണാന്ധത എന്ന രോഗം കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. അടുത്തത്, രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥ ഏത്? രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥ. ഓപ്ഷൻസ്: അനീമിയ, എറിത്രോബ്ലാസ്റ്റോസിസ്, പോളിസൈത്തീമിയ, ഹീമോഫീലിയ. ആൻസർ ഓപ്ഷൻ ഡി, ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. അടുത്തത്, ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏത്? ഏറ്റവും നല്ല വൈദ്യുത ചാലകം. ഓപ്ഷൻസ്: ചെമ്പ്, ഇരുമ്പ്, വെള്ളി, അലുമിനിയം. ആൻസർ ഓപ്ഷൻ സി, വെള്ളി. ഏറ്റവും നല്ല വൈദ്യുത ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. അടുത്തത്, അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? അവസാനത്തെ മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻസ്: ബാബർ, ബഹദൂർ ഷാ സഫർ, ഔറംഗസേബ്, ഹുമയൂൺ. ആൻസർ ഓപ്ഷൻ ബി, ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി. അടുത്തത്, ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻസ്: 84, 105, 225, 352. ആൻസർ ഓപ്ഷൻ ഡി, 352.
ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 30 ക്വസ്റ്റ്യൻസാണ്. PSCയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 30 ചോദ്യങ്ങളാണ് നോക്കിയത്. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.